കേരള തീരത്ത് ബേപ്പൂരിനടുത്ത് പൊട്ടിത്തെറിയുണ്ടായ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായ 4 പേർക്കായി തെരച്ചിൽ ഊർജിതം. കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തിയ 18 പേരെ INS സൂറത്ത് എന്ന കപ്പലിലൂടെ മാംഗ്ലൂർ തുറമുഖത്ത് എത്തിക്കും. അതേസമയം പൊട്ടിത്തെറിയുണ്ടായ കപ്പലിൽ തീ ആളിപ്പടരുകയാണ്. തീയണയ്ക്കാൻ ശ്രമം അതീവ ദുഷ്കരമായതിനാൽ ദൗത്യം നിർത്തിവെച്ചതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ശ്രമം നാളെയും തുടരും. രാവിലെ 9:30 കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് 503ന്റെ പ്രൈമറി ഡക്കിന്റെ അടിഭാഗത്താണ് സ്ഫോടനം ആദ്യമുണ്ടായത്. 11:30 കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ, 3 ഡോണിയൽ വിമാനങ്ങൾ തുടങ്ങിയവ രക്ഷാപ്രവർത്തനത്തിനെത്തി. MV മറൈൻ കണ്ടെയ്നർ ഷിപ്പ് ഉപയോഗിച്ച് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയ ക്യാപ്റ്റൻ അടക്കമുള്ള 18 പേരെ രക്ഷപ്പെടുത്തിയവരിൽ 5 പേർക്ക് പൊള്ളലേറ്റു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കപ്പലിലുണ്ടായിരുന്ന 22 പേരിൽ ബാക്കിയുള്ള 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്വാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. 600-ലധികം കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ കണ്ടെയ്നറുകളിൽ പകുതിയിലധികവും കടലിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നറുകൾക്കകത്ത് ആസിഡ്, ഗൺ പൗഡർ, ലിഥിയം ബാറ്ററി, ടർപ്പന്റൈൻ, വാർണിഷ്, ആൽക്കഹോൾ, മീഥിയം, അമോണിയം തുടങ്ങിയ വസ്തുക്കൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കപ്പലിനകത്തു നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നത് തീ അണയ്ക്കുന്നതിന് വെല്ലുവിളിയാണ്. കപ്പലുകളിലെ 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജനം, കോഴിക്കോട്.